പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ മനുഷ്യന് വേറൊരു ജോലിയുമില്ല. ഇല്ല മക്കളെ, എനിക്ക് വേറൊരു ജോലിയുമില്ല. പ്രായമായ കാലത്ത്, പഴയ കാലത്ത് ഞാൻ ചെയ്യാൻ വരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു. ഇന്ന് വീണ്ടും ഞാൻ വന്നത്, ഞാൻ എല്ലാ ഓട്ടോസഭയിലെ പുരോഹിതന്മാരുടെ പ്രസംഗങ്ങളും ഏതൊക്കെ വിഷയമാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന മനുഷ്യനാണ്. ഇന്ന് ഫാദർ ജോൺ ടി വർഗീസ് കുളക്കട, അദ്ദേഹം വലിയൊരു പ്രാസംഗികനാണ്. എന്നാൽ എന്തോ പ്രസംഗിക്കുന്നത് ഇവർ ആത്മീയ കാര്യമല്ല. ഞാൻ ചോദിക്കുന്ന, ഇവർക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് ഇന്നത്തെ കാലം, ഈ അന്ത്യകാലത്ത് മനുഷ്യർ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, ഇനിയെങ്കിലും പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവർ വിശ്വാസികളെ കുറ്റം പറയുക. ഈ കുളക്കട ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അന്ത്യചുംബനം, അതായത് ഒരാൾ മരിച്ചാൽ അന്ത്യചുംബനം കൊടുക്കുന്ന ആരാണ് ഈ അന്ത്യചുംബനം എന്നുള്ള ഈ പ്രോഗ്രാം ഉണ്ടാക്കിയത്? അവരുടെ വീട്ടുകാരാണോ? അല്ല. അവിടുത്തെ വികാരി അല്ലെ പുരോഹിതൻ പറയാതെ ഒന്നും നടക്കത്തില്ല. നിങ്ങളുണ്ടാക്കിയ തന്തയ്ക്ക് പറക്കാഴേക്ക് ഇന്ന് വിശ്വാസികളെ കുറ്റം പറയുക. ഫാദർ ജോൺ ടി വർഗീസ് കുളക്കട, നിന്നോട് ഞാൻ കാര്യം ചോദിക്കട്ടെ. നീ അന്ത്യചുംബനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, നീ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, എന്നാലും നീ അനങ്ങത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുളക്കട, നിനക്ക് ചോണയുണ്ടെങ്കിൽ ഉത്തരം തരിക, അല്ല എനിക്ക് എന്നെ വിളിച്ച് സംസാരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസി മരിച്ചാൽ, ഓട്ടസഭയിൽ ഒരു വിശ്വാസി മരിച്ചാൽ വീടിനകത്ത് വെച്ച് 2 പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് വീടിന് വെളിയിൽ വെച്ചൊരു പ്രാർത്ഥന. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ പ്രയോജനം എന്താണ്? എന്താ ഇതിൻ്റെ കാരണം? ഒന്ന് പറഞ്ഞു തരാമോ? ഇതും എക്സ്ക്യൂസ് കൊടുക്കും. ഇടയ്ക്ക് ഒരു വിശ്വാസി മരിച്ചാൽ അവരുടെ വീട്ടിൽ മൃതശരീരം അടക്കുന്ന ദിവസത്തിന് തലേ ദിവസം വരെ വൈകിട്ട് പ്രാർത്ഥന കാണും. അപ്പോൾ അച്ഛന്മാരും വരും. അതൊക്കെ എന്താണെന്ന് അറിയാമോ? ഞാൻ വന്നിരുന്നു എന്ന് അറിയിക്കാനായിട്ട്, അല്ലാതൊന്നും വേണ്ടില്ല. എന്നാൽ വികാരി അച്ഛൻ തലേ ദിവസം ഒറ്റ പ്രാർത്ഥന പറയും, നാളെ മൃതശരീരം അടക്കുന്ന ദിവസമാണല്ലോ, അത് വീട്ടുകാരുടെ സൗകര്യപ്രകാരം ഇന്ന് വീടിനകത്ത് വെച്ചുള്ള ആദ്യത്തെ പ്രാർത്ഥന ഇന്ന് വൈകിട്ട് നടത്തും. അത് കുടുംബക്കാരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ആവശ്യപ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തുവാ? അത് ഈവൻ മൃതശരീരം വീടിനകത്തില്ലെങ്കിൽ തന്നെയും ഇവർ 3 വലത്ത് 4 വലത്ത് ധൂവക്കുറ്റി വീശിക്കൊണ്ട്, അത് മൃതശരീരം അവിടെ ഇല്ല, രാവിലെ മൃതശരീരം കൊണ്ടുവരുള്ളൂ. അപ്പോഴും ആ കട്ടിലിന് ചുറ്റും നടന്ന് ധൂവക്കുറ്റി വീശുക. ഇത് കുളക്കടയോട് ഞാൻ ചോദിക്കുക, നിനക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്താ അതിൻ്റെ ഉദ്ദേശമെന്ന്? നിന്നൊക്കെ ഓരോന്ന് ഓർത്തസഭയിലെ തലവന്മാർ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് നീ ചെയ്യുന്നു. ഒരു കറുത്ത നെല്ലുവാർച്ച പുരോഹിതനുണ്ട്, അവൻ സഭയുടെ കാര്യം
സഭയുടെ പ്രശ്നങ്ങൾ അത് നമ്മുടെ സഭയായി ഇത് വലുതെന്ന് ഇതിനെക്കുറിച്ച് പറയുന്ന അവൻ്റെ ഉദ്ദേശം, അവൻ്റെ ജോലി, വേറെ മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. എന്നാൽ ഫാദർ ജോൺ ടി വർഗീസ് കുളക്കടയോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ചുണയുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം ഒരു ഞാൻ ചോദിച്ചോട്ടെ, ഈ ആചാരങ്ങൾ ആരുണ്ടാക്കിയാണ് പണ്ടാരങ്ങളെ? നീയൊക്കെ പുരോഹിത വർഗമല്ലേ? നിന്നോട് പഴയതൊന്നും ചോദിക്കുന്നില്ല. ഈ സഭ ആരുണ്ടാക്കിയെന്ന് ഞാൻ പറയും. എന്തിനു വേണ്ടി ആരുണ്ടാക്കി എന്നുള്ളത് ഞാൻ ചോദിക്കില്ല. നിങ്ങൾ പറയുന്നത് തോമാശ്രയ ഉണ്ടാക്കിയതെന്ന്. ഏത് കാലത്താണ് ഓർത്തഡോക്സ് സഭ ഉണ്ടായത്? കൊളക്കട നീ പറയടാ. നീ വിശ്വാസികൾ അന്ത്യചുംബനം കൊടുക്കുന്നത് അതിനെ ഈ കുറ്റം പറഞ്ഞത് കണ്ടിട്ടില്ലാത്ത മരുമോനല്ല, മോളുമല്ല, മറ്റേതുമല്ല, എല്ലാവരും അന്ത്യചുംബനത്തിന്. ഈ അന്ത്യചുംബനം എന്നുള്ള ഈ പരിപാടി ഇട്ടതാരാ? അവരുടെ വീട്ടുകാരാണ്, മരിച്ച വീട്ടിലെ വീട്ടുകാരാണോ? കുണം പിടിക്കാത്ത ജന്തുവാസി നീയൊക്കെയാണാ? എന്നിട്ട് കുറ്റം പറയല്ലേ? നിനക്ക് ചോരയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കേ, ഞാൻ പറഞ്ഞുതരാം. നാറി തോട്ടി കോട്ട് കുറുവിള നമ്മണങ്ങ് ഞാൻ പറഞ്ഞുതരാം. നിന്നോട് എൻ്റെ നമ്പർ വേണം, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പുത്തയ്യാപ്പള്ളി ഒന്ന് അന്വേഷിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഇപ്പോൾ ഫാദർ അമയിലാവർത്തിക്കുന്നത് അവനെന്നെ അറിയത്തില്ല. ഒരിക്കലേ അവൻ്റെ മുന്നേ ഞാൻ ചെന്ന ഒരു കാര്യം പറഞ്ഞുള്ളൂ. അവൻ ഇപ്പോഴും മൗനം പാലിച്ചിരിക്കുക. അവന് കാതോലിക്കാരെ മറ്റും താങ്ങിയാണെന്നുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. പറഞ്ഞുതരാം. നിങ്ങളൊക്കെ ഓർത്തസഭയിലെ പുരോഹിതന്മാരായിട്ട് വിശ്വാസികളെ കുറ്റം പറഞ്ഞ് ജീവിക്കാനായിട്ട് നീയൊക്കെ വിശ്വാസികളുടെ കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്. നീ വിശ്വാസികളെ ദൈവത്തിൻ്റെ അടുപ്പിക്കേണ്ട കാര്യമൊക്കെ ശവസംസ്കാരത്തിൽ എന്തോ വലിയ പ്രാധാന്യ കാര്യം അവരും കൊടുത്താണ് തെറ്റ്. അവിടെ ഈ ചെല്ലും ബഹളവും കഴിഞ്ഞിട്ടും ഡെഡ് ബോഡി അടക്കാൻ കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ അപ്പനും അമ്മയാണ് വന്ന് അടക്കുന്നത്. നീയൊക്കെ ഉണ്ടാക്കിയ ആചാരമാണ്, അല്ല ഒന്നുമല്ല. അല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞ കൊളക്കടേ ജന്തുവാസി, നീയൊക്കെ കുറ്റം പറയാൻ നിൽക്കുന്നു.